ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു അടിപൊളി ദോശയുടെ റെസിപ്പിയും കൊണ്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. നമ്മുടെ കയ്യിൽ റവ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ദോശ ക്രിസ്പി ആയി കിട്ടാനും ഇതേപോലെ നല്ല ഗോൾഡൻ കളറായി കിട്ടാനുള്ള ടിപ്പുകളൊക്കെ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. നമുക്കൊരു മസാല ദോശയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി അരി കുതിർക്കാനോ ഉഴുന്ന് കുതിർക്കാനോ അരക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടോ. നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്രിസ്പി ദോശയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മക്കളുടെ വെക്കേഷനൊക്കെ കഴിയാറായില്ലേ, നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ 250 ml കപ്പിൽ 1 കപ്പ് റോസ്റ്റഡ് റവ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂണോളം കടലപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് പത്തിരിപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ കടയിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്ന ഇടിയപ്പം പത്തിരിയൊക്കെ റെഡിയാക്കി എടുക്കുന്ന നമ്മുടെ നൈസ് പത്തിരിപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് പുളിയുള്ള തൈര്. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണത് റെഡിയാക്കി എടുക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് തൈര് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനിതാ 1 കപ്പ് റവ. നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂണോളം കടലപ്പൊടി, 1/4 കപ്പ് പത്തിരിപ്പൊടി നമുക്ക് എടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇവിടെ ഇതേപോലെ ഒരു 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. പഞ്ചസാര നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നമ്മുടെ ഏത് ദോശ നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോഴും നമ്മുടെ ദോശയ്ക്ക് ഒരു നല്ല ക്രിസ്പി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര ചേർത്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ നമുക്കൊന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ ഞാനിതാ തൈരെടുത്ത അതേ ബൗളിൽ തന്നെ നമ്മൾ 1 ബൗൾ വെള്ളവും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മൾ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു മിക്സിംഗ് ബൗളിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു മിക്സിംഗ് ജാറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കലക്കി ഒഴിക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. നമ്മളിതിലേക്ക് ഒരല്പം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ദോശ റെഡിയാക്കി എടുക്കുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു റവ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടണം. നമ്മൾ പെട്ടെന്നൊന്നും മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തതല്ലേ, അപ്പോൾ ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. അപ്പോൾ ഇനി നമ്മൾ ദോശയിലേക്കുള്ള ചമ്മന്തി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് തേങ്ങ നല്ല പോലെ ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. 1 സവോളയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഒരു 6-7 വറ്റൽമുളക്, 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല, ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, 2 അല്ലി ചുവന്നുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചു കൊണ്ടുവരാം. നിങ്ങൾക്കിതിൽ പുതിന ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്തെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ചേർത്തെടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഇതാ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചു കൊണ്ടുവരാം.
ഒരുപാട് വെള്ളം ചേർത്ത് അരക്കണ്ട, അപ്പോൾ ഇത് അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി ഞാൻ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് കടുക് വറുത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം. ഞാനിതിലേക്ക് ഇതാ വളരെ കുറച്ച് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നതാണ്. നമ്മുടെ ദോശ ഒന്ന് ക്രിസ്പിയായി വരണം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഒത്തിരി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ റവ മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുമ്പോൾ തന്നെ ഇതേപോലെ നമ്മളൊരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ദോശ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ മാവ് ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. വളരെ നൈസായിട്ട് തന്നെ പരത്തിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരൽപ്പം നല്ലെണ്ണ ഒന്ന് തൂത്ത് കൊടുക്കാം. ഒരുപാടൊന്നും ചേർക്കുന്നില്ല, വളരെ കുറച്ച് മാത്രം മതി. ഇതേപോലെ ഒരു ബ്രഷ് വെച്ച് നമ്മളൊന്ന് എല്ലാ വശവും ഒന്ന് ആക്കി കൊടുക്കാം. ലോ ടു മീഡിയത്തിൽ വെക്കാം കേട്ടോ. എന്നിട്ട് പതിയെ നമ്മൾ റെഡിയാക്കി എടുത്താൽ മതിയാവും. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ദോശ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. നമുക്ക് ഒരു ഗോൾഡൻ കളറിലുള്ള ദോശ ആയിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പതിയെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ദോശ. കണ്ടില്ലേ, സാധാരണ നമ്മൾ ഉഴുന്ന് ദോശ എങ്ങനെയാണോ റെഡിയാക്കി എടുക്കുന്നത് ആ ഒരു പെർഫെക്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു റവ വെച്ചിട്ടുള്ള ദോശ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ ഇവിടെ ചമ്മന്തി റെഡിയാക്കി എടുക്കുന്ന ആ ഇത്രയും ഒരു ടൈമാണ് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ദോശയുടെ ഈ ഒരു സൈഡൊക്കെ നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാം. നല്ല പോലെ തന്നെ വിട്ട് വന്നോളും. കണ്ടല്ലോ, സാധാരണ നമ്മൾ എങ്ങനെയാണോ ദോശ റെഡിയാക്കി എടുക്കുന്നത് ആ ഒരു പെർഫെക്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു ദോശ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിത് കൈ വെച്ച് ഒന്ന് ചുരുട്ടിയെടുക്കാം. കണ്ടില്ലേ, ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതും ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കാം. നല്ല പോലെ ഇങ്ങോട്ട് നൈസായിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാനായിട്ട് പറ്റും. ഇതാ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, മുരിഞ്ഞ് വരുമ്പോൾ നല്ല പോലെ ഇങ്ങനെ വിട്ട് വന്നോളും. കണ്ടല്ലോ, ഇനി നമുക്കിത് ചുരുട്ടിയെടുക്കാം. നമുക്കൊരു മസാല ദോശക്ക് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കിനി ഉഴുന്നൊന്നും വെള്ളത്തിലിട്ട് ഒരുപാട് സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇതേപോലെ റവ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. നമ്മുടെ റവ വെച്ചിട്ടുള്ള വളരെ സിമ്പിളായിട്ട് 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളിതിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ കൂടെ നമ്മളൊരു ചട്നിയും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.